ഹലോ ഹായ് വെൽക്കം ടു അനദർ സെഷൻ. നമ്മൾ ഇന്നിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് അത് സിനോണിം ടോപ്പിക്കിൻ്റെ ആയിരിക്കും. അപ്പോൾ സിനോണിം ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ഓരോ എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്തിട്ട് അതായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Question number 1. Choose the word which is most nearly the same in meaning to the word venerate. Venerate എന്ന് പറയുന്ന വാക്കിന് അടുത്ത മീനിങ് വരുന്ന ഏത് വാക്കാണ് ഓപ്ഷൻസിൽ ഉള്ളത് അത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് വെനറേറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. വെനറേറ്റിൻ്റെ മീനിങ് എന്താണ്? വെനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് റെസ്പെക്റ്റ് എന്നാണ് അർത്ഥം. ഗ്രേറ്റ് റെസ്പെക്റ്റ്. ഓപ്ഷൻസ് നോക്കാം. അബ്യൂസ്, അക്യൂസ്, ഡിഫെയിം, റെസ്പെക്റ്റ്. അബ്യൂസ്, അക്യൂസ് ആൻഡ് ഡിഫെയിം ആർ ഓൾ വേർഡ്സ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഗ്രേറ്റ് റെസ്പെക്റ്റ്. അപ്പോൾ റെസ്പെക്റ്റ് തന്നെയാണ് ഓൾറെഡി ഉള്ളത്. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് JIPMAT 2021 നിന്നാണ്. ഓക്കെ, മൂവിങ് ഓൺ. Question number 2. Out of the 4 options, choose the one which can be substituted for the sentence. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മീനിങ് വരുന്ന വേർഡ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്തായാലും നോക്കാം ക്വസ്റ്റ്യൻ. വൺ ഹൂ ഫീൽസ് അറ്റ് ഹോം ഇൻ എവറി കൺട്രി. എല്ലാ കൺട്രിയിലും വൺ ഹൂ ഫീൽസ് അറ്റ് ഹോം ഒരുപോലെ ഒരു ഫീലിംഗ് വരുന്ന ആൾ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റിസൺ, കോസ്മോപൊളിറ്റൻ, ഡെനിസൺ, മെട്രോപൊളിറ്റൻ. സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു കൺട്രിയുടെ പൗരൻ എന്നാണ് അർത്ഥം. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഫ്രം മെനി കൺട്രീസ് എന്നുള്ള അർത്ഥമാണ്. ദെൻ ഡെനിസൺ മീൻസ് ഇൻഹാബിറ്റൻറ്റ്. മെട്രോപൊളിറ്റൻ ഇസ് റിലേറ്റഡ് ടു മെട്രോസ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു സിറ്റി. അപ്പോൾ എല്ലാ കൺട്രീസിൻ്റെയും കാര്യം പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് കോസ്മോപൊളിറ്റൻ. ഓപ്ഷൻ ബി, കോസ്മോപൊളിറ്റൻ ഇസ് ദി ആൻസർ. ഇത് JIPMAT 2021 നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ. Question number 3. Out of the 4 options, choose the one which can be substituted for the sentence. Someone who is willing to take a risk or to do something shocking. ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാനും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വില്ലിങ്നെസ് കാണിക്കുന്ന ആരാണ്? ബൊഡേഷ്യസ്, റിസ്ക് ടേക്കർ, ഒഡേഷ്യസ്, ബോൾഡ്. ഇല്ല, ബൊഡേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻറ്റ്, അഡ്മയറിങ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത്. റിസ്ക് ടേക്കർ അറിയാം. ഒഡേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലിങ് ടു ടേക്ക് റിസ്ക്, വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക്സ്. ദെൻ ബോൾഡ്. സോ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന വാക്ക് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇത് IPMAT റോഹ്തക് 2020 നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോ, out of the 4 options, choose the one which can be substituted for the sentence. Okay, ഈ സെൻറ്റൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയത് ഏതാണ്? To use special chemicals, smoke or gas to destroy harmful insects or bacteria in a place. ഇതിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ, ഫ്യൂമിഗേറ്റ്, ഡീകൺടാമിനേറ്റ്, ഓൾ ഓഫ് ദി എബോ. ഇതിൽ ഏറ്റവും കൺഫ്യൂസിങ് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോ ആണ്. കാരണം സ്പ്രേ, ഫ്യൂമിഗേറ്റ് ആൻഡ് ഡീകൺടാമിനേറ്റ് ഏകദേശം ഒരേ മീനിങ് വരുന്നതാണ്. എന്നാലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് സ്പ്രേ ചെയ്യുന്നതിൻ്റെ ആണ്. ഫ്യൂമിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂമിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ദെൻ ഡീകൺടാമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് പിന്നെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. ജേംസും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ട് ഡീകൺടാമിനേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൽ യൂസ് സ്പെഷ്യൽ കെമിക്കൽസ് എന്നും സ്മോക്ക് ഓർ ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത് ഫ്യൂമിഗേറ്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇത് IPMAT റോഹ്തക് 2020 ക്വസ്റ്റ്യൻ ആയിരുന്നു. Moving on, question number 5. Out of the 4 options, choose the one which can be substituted for the sentence. It's a state in which a person has apprehensions all the time about their well-being and considers that they are ill. ഒരു സ്റ്റേറ്റ് ഇൻ വിച്ച് ആ പേഴ്സൺ വിചാരിക്കുവാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവുകയാണ് അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെയൊക്കെ പറ്റിയിട്ട്, ആൻഡ് എപ്പോഴും അസുഖമാണ് എന്നുള്ള തോന്നൽ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? ഹൈപ്പോ അലർജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ലി ടു ഗിവ് അലർജി എന്നുള്ളതാണ്.
അലർജി ഉണ്ടാക്കാൻ സാധ്യത ഇല്ല. ഹൈപ്പോകോൺട്രിയാക് ആൻഡ് ഹൈപ്പോകോൺട്രിയ. ഹൈപ്പോകോൺട്രിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഇൽനെസ് ആണ്, അസുഖം വരുമോ എന്നുള്ള ഒരു പേടി. ഹൈപ്പോകോൺട്രിയ ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് അപ്രിഹെൻഷൻസ് ഓൾ ദ ടൈം അബൌട്ട് ദെയർ വെൽബീങ് ആൻഡ് കൺസിഡേഴ്സ് ദാറ്റ് ദേ ആർ ഹിൽ. ഹൈപ്പോകോൺട്രിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് അപ്രിഹെൻഷൻസ് ഓൾ ദ ടൈം അബൌട്ട് ദെയർ വെൽബീങ് ആൻഡ് കൺസിഡേഴ്സ് ദാറ്റ് ദേ ആർ ഇൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഇത് IPMAT റോടെക് 2020 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 6. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ്സസ് ദ മീനിങ് ഓഫ് ദ ഗിവൺ വേർഡ്. ഇംപ്രോംപ്റ്റു. ഇംപ്രോംപ്റ്റു എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഏതാണ് ഓപ്ഷൻസിൽ നിന്ന്? ഇംപ്രോംപ്റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്വിക്ക്ലി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആക്ഷൻ, വെരി ക്വിക്ക്ലി ഓർ സ്പോണ്ടേനിയസ്ലി, പെട്ടെന്ന് ചെയ്യുന്നതാണ് ഇംപ്രോംപ്റ്റു എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓഫ് ഹാൻഡ്, അൺഇമ്പോർട്ടൻറ്റ്, അൺറിയൽ, ഇഫക്റ്റീവ്. ഈ 3 വേർഡ്സും ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത വേർഡ്സ് ആണ്. ആൻഡ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് ചെയ്യുന്നതാണ്. ഡൺ ഇൻ വിംസ് എന്ന് പറയും. സോ ഇതാണ് ആൻസർ വരുന്നത്, ഓഫ് ഹാൻഡ്. ദിസ് ഇസ് ദി ആൻസർ. Option A is the answer, and this is taken from IPMAT Rotex sample paper 2020. Right. Question number 7. Choose the word which best expresses the meaning of the given word. Wretched. A, poor. B, foolish. C, insane. D, strained. Wretched എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് വരുന്നതാണ്. Wretched എന്ന് പറഞ്ഞാൽ എന്താണ്? Wretched എന്ന് പറഞ്ഞാൽ sorrowful or unfortunate. It's a mental state. Okay. Then foolish, insane, strained. Foolish എന്ന് പറഞ്ഞാൽ ഇൻസെയിൻ എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. സ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്സ് ആണ്. സ്ട്രെയിൻഡ് ഈസ് എക്സോസ്റ്റഡ് ആൻഡ് പൂവർ ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള വാക്ക്. സോ ആൻസർ ഇസ് പൂവർ. പൂവർ ആണ് ടോട്ടൽ സ്റ്റേറ്റിനെ കാണിക്കുന്നത്, അതുകൊണ്ടാണ്. ബാക്കി 2 മെൻ്റലാണ്. ആൻഡ് റെച്ചഡ് ക്യാൻ ബി ദിസ് അൺഫോർച്ചുനേറ്റ് ഓർ സോറോഫുൾ സ്റ്റേറ്റ്. ഇത് ഫിസിക്കൽ ആവാം, സൈക്കോളജിക്കൽ ആവാം, ഓർ മെൻ്റൽ ആവാം. ഏത് രീതിയിൽ വേണോ ആവാം. സോ ഈ 3 സ്റ്റേറ്റിന് വരുന്നത് ഇതാണ്. സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ദിസ് ഇസ് ടേക്കൺ ഫ്രം IPMAT റോടെക് സാമ്പിൾ പേപ്പർ 2020. Now, question number 8. Choose the word which best expresses the meaning of the given word. Erroneous. Erroneous എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ ഇൻകറക്റ്റ് ആണ്. സോ യു നീഡ് നോട്ട് ഹാവ് ടു തിങ്ക്. ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഇൻകറക്റ്റ്. ഇൻപെനെട്രബിൾ അല്ല, കൺഫ്യൂസ്ഡ് അല്ല, ഡൈഗ്രസീവ് അല്ല. ഓക്കെ, ദിസ് ഇസ് ഓൾസോ ടേക്കൺ ഫ്രം IPMAT റോടെക് സാമ്പിൾ പേപ്പർ 2020. Then question number 9. The synonym for stranglehold. Stranglehold എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അസിഫിക്സിയേഷൻ, കണ്ടെയ്ൻമെൻറ്റ്, പ്രൊഹിബിറ്റിംഗ് എൻട്രി, ഓവർവെൽമിംഗ് കൺട്രോൾ. സ്ട്രാങ്കിൾ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം വരുന്നത്. സ്ട്രാങ്കിളിങ് ഇസ് കഴുത്ത് ഞെരിക്കുക. ആൻഡ് സ്ട്രാങ്കിൾ ഹോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആൻഡ് അസിഫിക്സിയേഷൻ ഇസ് സംതിങ് വിച്ച് ഹാപ്പൻസ് ഡ്യൂറിങ് സ്ട്രാംഗ്ലിംഗ്. happens during strangling. And containment എന്ന് പറയുന്നത് ആവാം. പ്രൊഹിബിറ്റിംഗ് എൻട്രി ആ ഒരു സെൻസിലല്ല വരുന്നത്, ന്യൂആൻസ് അല്ല വരുന്നത്, ഐ മീൻ ഷെയ്ഡ് ഓഫ് മീനിങ് അല്ല വരുന്നത്. ദെൻ ഓവർവെൽമിംഗ് കൺട്രോൾ. കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുമ്പോൾ പിന്നെയും ഒരു അടച്ചിടൽ പോലെയാണ്, പക്ഷേ കൺട്രോൾ വരണം. ഒരു സ്ട്രാങ്കിൾ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ വരണം. സോ അതുകൊണ്ട് ഓവർവെൽമിംഗ് കൺട്രോൾ ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ടേക്കൺ ഫ്രം IPMAT Indoor 2019. So with this we come to the end of the session. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിനോണിം ബേസ്ഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഈ സിനോണിം ആൻറ്റോണിം ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വൊക്കാബുലറി ബിൽഡിംഗ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് എക്സസൈസസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ കുറേ ന്യൂ വേർഡ്സിന് എക്സ്പോസ്ഡ് ആവുകയും ആ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലിരിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോപ്പിക് ടെസ്റ്റും വാനും ഒക്കെ നോക്കുക. ആൻഡ് വി വിൽ മീറ്റ് അഗെയിൻ ഇൻ അനദർ വീഡിയോ. Till then, bye.